നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി PRCയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി സൗജന്യമായി മോണോ ആർട്ട് മിമിക്രി എന്നിവയിൽ പരിശീലനം നൽകി. കേരളത്തിൽ സാമൂഹ്യനീതിക്കായി നിലപാട് സ്വീകരിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസ് സിറ്റിംഗ് MLAമാർ വീണ്ടും മത്സരിക്കും. അനിശ്ചിതത്വം 3 പേരുകളിൽ. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറയുന്നു. അങ്കമാലി CSIയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസങ്ങളായി നടക്കുന്ന നാടകോത്സവത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ചാലക്കുടി PRCയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി സൗജന്യമായി മോണോ ആർട്ട് മിമിക്രി എന്നിവയിൽ പരിശീലനം നൽകി. നഗരസഭ ചെയർപേഴ്സൺ ആലി ഷിപ്പു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ നിധ അനീഷ് അധ്യക്ഷയായി. DPO KB പ്രജി, ചാലക്കുടി AO PB നിഷ എന്നിവർ മുഖ്യ അതിഥികളായി. ചാലക്കുടി DPC ലിജോ ജോസ്, MV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ ജയന് നയിച്ച മിമിക്രി മോണോ ആർട്ട് പരിശീലന പരിപാടിയിൽ മിമിക്രി കലാകാരന്മാരായ ശ്രീജിത്ത് പേരാമ്പ്രയും പ്രദീപ് പൂലാനിയും പങ്കാളികളായി. കുട്ടികൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ വായിക്കുന്നത് അത് ഞാൻ വായിക്കാം. നീ പഠിച്ചു പോയി. കേരളത്തിൽ സാമൂഹ്യനീതിക്കായി നിലപാട് സ്വീകരിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി. മതനാമത്തെ ഉപയോഗപ്പെടുത്തി മതപുരോഹിതനാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മതാധിപത്യത്തിലൂടെ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തു. ഒരു പ്രദേശത്തിന്റെയും ഒരു വിഭാഗം ജനത്തിന്റെയും മാത്രം വികസനം ഉറപ്പുവരുത്തുന്ന ജനാധിപത്യ വിരുദ്ധ ശക്തികളെയും അവരുടെ പിണിയാളന്മാരെയും പൊതുസമൂഹത്തിൽ തുറന്നുകാട്ടുന്ന വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുന്ന മതേതരത്വവാദികൾ സംഘടിത മതശക്തികളെ തലോടുന്നതായി സ്വാമി ആരോപിച്ചു. മലയാള ഭാഷാ പിതാവിന്റെ പ്രതിമ പോലും സ്ഥാപിക്കാൻ ജന്മദേശത്ത് കഴിയാത്ത വിധം മതം സമസ്ത മേഖലയിലും പിടിമുറുക്കിയ ജില്ലയിലെ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഇന്നും ഹൈന്ദവ സമൂഹം മതാധിപത്യത്തിന്റെ കീഴാളന്മാരായി കഴിയേണ്ട സാഹചര്യം നിലനിൽക്കുന്നതായി സ്വാമി പറഞ്ഞു. ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാൽ കല്ലെറിഞ്ഞ് നിശബ്ദമാക്കാൻ നോക്കുന്ന പ്രവണത ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഹത്തായ മാധ്യമധർമ്മത്തിന് കളങ്കം ചാർത്തുന്ന ചില മാധ്യമ പ്രവർത്തകർ മതരാഷ്ട്രീയ സങ്കുചിത ചിന്തയുടെ അടിസ്ഥാനത്തിൽ പ്രകോപനം സൃഷ്ടിച്ച് അവരുടെ അജണ്ട നടപ്പാക്കാൻ വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നതായി സ്വാമി ആരോപിച്ചു. ഇത് മതേതരത്വത്തിന് ഭൂഷണമല്ലെന്നും സ്വാമി പറഞ്ഞു. സാമൂഹിക നീതിക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത് പ്രവർത്തിക്കുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്.
കേരളത്തിൽ മതത്തിൻ്റെ നാമധേയത്തിൽ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം, മത പുരോഹിതനാൽ നയിക്കപ്പെടുന്ന ആ പ്രസ്ഥാനം മതാധിപത്യം ഉപയോഗപ്പെടുത്തി ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്ത് കാലാകാലങ്ങളിൽ മാറിയും തിരിഞ്ഞും വരുന്ന ഭരണകൂടങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലപേശൽ നടത്തി ആനുകൂല്യങ്ങൾ നേടി ചില പ്രദേശങ്ങളുടെയും ചില വിഭാഗം ആളുകളുടെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സംഘടിത വോട്ട് ബാങ്കുകളെ മുന്നിൽ കണ്ട് കപട മതേതരത്വത്തിൻ്റെ പൊയ്മുഖം അണിയുന്ന ചില ആളുകൾ പകൽ വെളിച്ചത്തിൽ പറയാൻ മടിക്കുന്ന പരമമായ സത്യത്തെ പൊതുസമൂഹ മധ്യത്തിൽ പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംഘടിതമായി ആക്രമിക്കപ്പെടുന്നത് പ്രതിഷേധാർഹമാണ് എന്നാണ് സൂചിപ്പിക്കുവാൻ ഉള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആ മാധ്യമ ധർമ്മത്തിന് നിരക്കാത്ത തരത്തിൽ സങ്കുചിതമായ മതരാഷ്ട്രീയ ചിന്തകൾ കൊണ്ട് പ്രകോപനം സൃഷ്ടിക്കപ്പെട്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള പരിശ്രമമാണ് അടുത്ത കാലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കോൺഗ്രസ് സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരിക്കും. അനിശ്ചിതത്വം 3 പേരുകളിൽ. ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനു പിന്നാലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിച്ചു നിർത്തിയാൽ 21 MLA-മാരാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത്. ഇതിൽ തൃപ്പൂണിത്തറ MLA കെ ബാബു, എൽദോസ് കുന്നപ്പള്ളി, IC ബാലകൃഷ്ണൻ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിലാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ മത്സരത്തിനില്ലെന്നാണ് കെ ബാബുവിന്റെ നിലപാട്. മത്സരിപ്പിക്കാൻ കെ ബാബുവിനും KPCCക്കും മേൽ സമ്മർദ്ദമുണ്ട്. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ BJP അധികാരം പിടിച്ച സാഹചര്യത്തിൽ കെ ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രധാനമാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറയുന്നു. വെള്ളിയാഴ്ച കോഴിക്കോട്ടെ മൊത്ത വിപണിയിൽ വെളിച്ചെണ്ണയ്ക്ക് 334 രൂപയാണ് വില. ഓണക്കാലത്ത് വെളിച്ചെണ്ണ ലിറ്ററിന് 500 രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നു. വൻതോതിൽ വിളവെടുപ്പ് നടന്നതാണ് ഇപ്പോഴത്തെ വിലയിടിവിന് കാരണമായി വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റം ബാധിച്ചതോടെ നാളികേര വ്യാപാരത്തിൽ കാര്യമായ കുറവ് വന്നിരുന്നു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് കൂടിയത് ഇപ്പോഴത്തെ വില കുറവിന് കാരണമായിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള നാളികേരവും വിപണിയിൽ എത്തുന്നുണ്ട്. നവംബർ മുതൽ വിലയിൽ ഇടിവ് നേരിടുന്ന നാളികേരം ഇപ്പോൾ കിലോഗ്രാമിന് 55 രൂപയ്ക്കാണ് കർഷകരിൽ നിന്നും ശേഖരിക്കുന്നത്. ഓണക്കാലത്ത് ഇത് 78 രൂപ വരെയായിരുന്നു. വിപണിയിൽ നാളികേരത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെയാണ് വില കുതിച്ചുയർന്നത്. ഡിസംബർ പകുതിയോടെയാണ് അടുത്ത കാലത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത്. 52 രൂപയായിരുന്നു അന്ന് 1 കിലോ തേങ്ങയുടെ വില. ഓണക്കാലത്ത് ആവശ്യകത കുതിച്ചുയർന്നതോടെ നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും വില റെക്കോർഡിട്ടിരുന്നു. 90 രൂപ വരെ വിലയുണ്ടായിരുന്ന കൊപ്രയ്ക്ക് കഴിഞ്ഞ ഓണക്കാലത്ത് 270 രൂപ വരെയായിരുന്നു വില. ഇപ്പോഴത് കുറഞ്ഞ് 200 രൂപയായി. 150 രൂപ വരെ താഴാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ചാലക്കുടി നഗരസഭ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസ് ക്ലബ് അംഗം VJ ജോജിക്ക് പ്രസ് ക്ലബ് സ്വീകരണം നൽകി. പ്രസിഡന്റ് MJ ബാബു അധ്യക്ഷനായി. ട്രഷറർ KV ജയൻ, സെക്രട്ടറി II അബ്ദുൾ മജീദ്, മറ്റ് അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു. അംഗമായിട്ടുള്ള VJ ജോജിക്ക് നമ്മളൊന്ന് സ്വീകരണം കൊടുക്കുകയാണ്. സ്വീകരണം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ചാലക്കുടി നഗരസഭയിലെ അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടും 3ാമത്തെ തവണയാണ് അദ്ദേഹം ചാലക്കുടി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു വാർഡാണ് ചാലക്കുടിയിലെ ഹൗസിംഗ് ബോർഡ് ഉന്നതിയിലെ വാർഡ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനൊന്നും അങ്ങനെ കയറാൻ പറ്റുന്ന ഒരു വാർഡായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവിടെ ജോജി കുറച്ചു കാലങ്ങളായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ 15 വർഷമായിട്ട് 10 വർഷമായിട്ട് അവിടെ തന്നെ ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്.
അപ്പൊ എന്തായാലും ജോജിയെ പോലെ ഒരാള് പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഒരു ബദൽ സംഘടനയായിട്ട് നിൽക്കുമ്പോൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ഉയർത്തി കാട്ടാൻ പറ്റിയ ഒരു വിജയം, ഒരു മുഖമാണ് ജോജി. എന്ന് വെച്ചാൽ നമ്മുടെ പ്രസ് ക്ലബിന്റെ ഒരു ജനപ്രതിനിധി തുടർച്ചയായിട്ട് ഇപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊരു നേട്ടത്തിന്റെ ഒരു നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അതുപോലെ ജോജിയുടെ പ്രവർത്തനം അത്ര ഏറെ ജനങ്ങള് അംഗീകരിക്കുന്നുള്ളതിനൊരു ഉത്തമ തെളിവാണ് അദ്ദേഹത്തിന്റെ 3ാമത്തെ വിജയം. നമ്മുടെ ആര്യങ്ങാന കനാൽ പുറമ്പോക്കിൽ 60 വർഷത്തോളം കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടിലുകളിൽ ദരിദ്രരായി ജീവിക്കുന്ന ഒരുപാട് പേര് വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. അദ്ദേഹം ജോലി എന്തെങ്കിലും ആ ഭാഗത്തൊന്ന് പോയി ഒന്ന് ഞാനും വരാൻ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാവുന്ന നമുക്ക് ആ പ്രദേശത്ത് കണ്ട് അവർക്ക് ഒരു വീട് വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. പ്രായോഗികമായ രാഷ്ട്രീയത്തിന്റെ ഒരു വശം, ഒരു മുഖമാണ് ജോജിയേട്ടൻ. അതുപോലെ തന്നെ ഈ ജോജി എന്ന വാക്കില് 2 ജെ, 1 ഒ, 1 ഐ. ഇത് എന്ന് സൂചിപ്പിക്കുന്നത് ചാരിറ്റി തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ച തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇത്തരം പേരുകാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് അഭേദ്യമായ സംഭവം ഇതായിരിക്കും. അവരെല്ലാം പ്രിയപ്പെട്ട ഫസ്റ്റ് ക്ലബിന്റെ പ്രസിഡന്റ് ബാബുമാഷ്, പ്രിയപ്പെട്ട സ്വീകരണം കൊടുക്കുന്ന ജോജി, പ്രിയപ്പെട്ട ജയ, സ്നേഹമുള്ള ഇത് കാര്യമായിട്ടൊന്നും പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലില്ല. എന്നാൽ ജോജിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. പ്രിയപ്പെട്ട പുള്ളി ഈ പുസ്തകത്തിൽ വന്ന് ഇത്രയും ദീർഘകാലമായി എല്ലാവരുമായിട്ടും ബന്ധം, അത്രയും വലിയൊരു ബന്ധം. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഏകദേശം 4 നൂറ്റാണ്ടിലധികം മെമ്പറായിട്ടുള്ള പ്രസ് ക്ലബിന്റെ ഒരു സ്വീകരണം ഇന്ന് എനിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും സന്തോഷമായിട്ടുള്ള ദിനമായിട്ട് ഇന്ന് കാണുകയാണ്. നേരത്തെ ശങ്കർദാസ് സൂചിപ്പിച്ച പോലെ ചാലക്കുടി നഗരസഭയിലേക്ക് 4 വട്ടം ഞാൻ മത്സരിക്കുകയും അതിൽ 3 വട്ടം ജയിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഒത്തിരി പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നീങ്ങിയത്. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത ഭാഗത്തുനിന്നടക്കം എതിർപ്പുകൾ വന്നപ്പോൾ, അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ ശരിക്കും പറയാനുള്ളത് പകച്ചുപോയി എന്ന് തന്നെ പറയാം. ആയോധന കലാരംഗത്ത് മികവിന് പുതിയ അധ്യായം രചിച്ച ചാലക്കുടി സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് 15ാമത് ബ്ലാക്ക് ബെൽറ്റ് അവാർഡിങ്ങും കളർ ബെൽറ്റ് പെർഫോമൻസ് ടെസ്റ്റും സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലാക്ക് ബെൽറ്റ് ജേതാക്കൾക്കുള്ള പ്രതിജ്ഞാവാചകം കൊടകര ASI സാജു പൗലോസ് ചൊല്ലിക്കൊടുത്തു. ബെസ്റ്റ് ഇൻസ്ട്രക്ടർ അവാർഡും വിതരണം ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ സൈക്ലിംഗിലെ റെക്കോർഡ് നേട്ടത്തിന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. നോർത്ത് ചാലക്കുടി സെയിന്റ് തെരേസസ് സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ സ്കൂൾ ഓഫ് മാർഷൽ സ്ഥാപകനും ഡയറക്ടറുമായ ക്രോഷി ഡിനോ ഡേവിസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സീനിയർ സെൻസായി TV ബഗി അധ്യക്ഷത വഹിച്ചു. ബെസ്റ്റ് ക്യാമ്പ് ബോസ് അവാർഡ് മുനിസിപ്പൽ കൗൺസിലർ നിതിൻ പുല്ലൻ വിതരണം ചെയ്തു. 76 വിദ്യാർത്ഥികളാണ് പുതുതായി ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയത്. സെയിന്റ് തെരേസാസ് ICSE സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ VG എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്രിസ്മസ് ന്യൂ ഇയർ കൂപ്പൺ നറുക്കെടുപ്പും നടത്തി.
തന്റെ ബെൽറ്റ് പൊക്കി എല്ലാ കെട്ടുകളും പൊട്ടിച്ച് വിജയത്തിന്റെ പാത മുന്നിൽ കണ്ട് പ്രതിഫലങ്ങളെ തടുത്തു വന്ന രീതി ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ഫോർത്ത് റാങ്ക് ബ്ലാക്ക് ബെൽറ്റ് അദ്ദേഹം അറിയിച്ചാർക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനകളോടും സന്തോഷത്തോടും കൂടി ഈ നിമിഷത്തിൽ പങ്കുചേരാം. ശേഷം ബെൽറ്റ് കെട്ടാനാണ് കെട്ടുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ശനിയാഴ്ച രാവിലെ ശീവേലിക്ക് ശേഷമായിരുന്നു ചടങ്ങ്. ക്ഷേത്രം മേൽശാന്തി മൂർത്തിയെടുത്ത് മന സുധാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി PA പ്രദീപും വസന്തയും കുടുംബവുമാണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിലടച്ചു. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ക്ഷേത്രം ഊരാളനും ദേവസ്വം ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളറിക്കൽ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ, അസിസ്റ്റന്റ് മാനേജർമാരായ രാമകൃഷ്ണൻ, സുന്ദരരാജൻ, പാരമ്പര്യ അവകാശികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. വഴിപാട് നേർന്ന PA പ്രദീപ്, വസന്ത, കുടുംബാംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. മഞ്ഞപ്ര ലയോള റെസിഡൻസ് അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PR സതീഷിന് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പൈനടത്ത് പുതുവത്സര സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു ഈരാളി, വാർഡംഗം TP വേണു, രാജുവമ്പാട്ട്, ആനന്ദവല്ലി നാരായണൻ, സുരേന്ദ്രൻ, ബിരുദം, കണ്ടത്തിൽ പാവോസ്, മുണ്ടാൻസ്, സൗവർണിക, ഉദയകുമാർ എന്നിവർ പ്രസംഗിച്ചു. മഞ്ഞപ്പുര മാസ്റ്റേഴ്സ് മ്യൂസിക് ഗാനമേള, കൂപ്പൺ നറുക്കെടുപ്പ്, കേക്ക് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആളുകളും, എല്ലാ ജാതി മത രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ എല്ലാവർക്കും ഒരുമിച്ച് വരാവുന്ന ഒരു വേദി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു റെസിഡന്റ് അസോസിയേഷന്റെ വേദിയിലാണ്. അത് നമ്മുടെ നാടിന്റെ ഒരു വലിയ പ്രത്യേകതയാണത്. നമ്മുടെ നാടിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ പല വ്യത്യസ്ത പാർട്ടിയിൽ മത്സരിച്ചത് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വരും. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു. അവര് പിറ്റേ ദിവസം മുതൽ അവര് നാടിന്റെ പൊതുവായ കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇത് വേറൊരു സ്ഥലത്തും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല. ഞാൻ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള ആളാണ്, പ്രവർത്തിക്കുകയാണ്. നമുക്ക് അപ്പോ അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണെങ്കിലും ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടാണെങ്കിലും നമുക്കെല്ലാവരും ഒരുമിച്ച് കൂടി നമ്മൾ മലയാളികളാണ്. ലയോള എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സേവനവും വിദ്യാഭ്യാസവും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇതുമാതിരിയുള്ള ഒരു പഞ്ചായത്തിന്റെ ഗ്രാമങ്ങളിൽ ഇതുമാതിരിയുള്ള അസോസിയേഷനുകളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ നാടിന് എന്നും അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സേവന പ്രവർത്തനം എന്ന് വെച്ചാൽ അങ്കമാലി CSയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസങ്ങളായി നടക്കുന്ന നാടകോത്സവത്തിന് തുടക്കമായി.
സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സേവ്യർ പുൽപ്പാട്ട് നാടകമേള ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി CSA ഹാളിലാണ് നാടകം അരങ്ങേറുന്നത്. നാടകങ്ങൾ സ്പോൺസർ ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ മന്ത്രി ജോസ് തെറ്റയിൽ, CSA ജനറൽ സെക്രട്ടറി ടോണി പറമ്പി, വൈസ് പ്രസിഡന്റുമാരായ MP രാജൻ, അഡ്വക്കേറ്റ് KK ഷിബു, ജോയിന്റ് സെക്രട്ടറി ഷാജൻ ചേറ്റുങ്കൽ, ഡോക്ടർ സിസ്റ്റർ ഷീല, KN വിഷ്ണു മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിനം തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84. ഞായറാഴ്ച വൈകിട്ട് കൊല്ലം അനശ്വരയുടെ ആകാശത്തേക്ക് ഒരു കടൽ. തിങ്കളാഴ്ച വൈകിട്ട് തിരുവനന്തപുരം അജന്തയുടെ വംശം. ചൊവ്വാഴ്ച വൈകിട്ട് വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്നീ നാടകങ്ങളും അരങ്ങേറും. പ്രവേശനം സൗജന്യമാണ്. എന്നാൽ പിന്നീട് ഇതൊരു സമകാലികമായി മാറുന്നത് ചോദിച്ചാൽ ഒരുപക്ഷെ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ 1900 എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായാലും എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നല്ല മനുഷ്യൻ ആഗ്രഹിക്കുക. കല്ലൂർ ഭരതയിൽ വൻ കഞ്ചാവ് വേട്ട. 7.200 കിലോ കഞ്ചാവ് പിടികൂടി. ഇരയാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ പാലിയക്കര ടോൾ പ്ലാസയിൽ വാഹന പരിശോധന നടത്തിവരവെ ചാലക്കുടി റേഞ്ച് ഓഫീസിലെ വിമുക്തി ജില്ലാ റിസോഴ്സ് പേഴ്സൺ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു നൽകിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 4 പൊതികളിലായി ചാക്കിൽ സൂക്ഷിച്ച 7.2 കിലോ കഞ്ചാവ് പിടികൂടി. ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ കൃത്യമായ നീക്കത്തിലൂടെയാണ് ഇത്രയും വലിയ അളവിലുള്ള മൊത്ത വിതരണത്തിനായി സൂക്ഷിച്ച ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. ഇരയാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഈ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ VP, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PM ബാബു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CK ചന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ KK സുധീർ എന്നിവരും ഉണ്ടായിരുന്നു. കേസിലെ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആൾക്കാർ വരും, അവർക്ക് അവരുടെ വീടല്ല, അവര് ഇവിടെ എന്ത് തണ്ടിത്തരം വേണമെങ്കിലും കാണിക്കും, നഷ്ടപ്പെടാനില്ല. അനുഭവിക്കുന്ന ഇവിടുത്തെ യൂത്തുകൾ തന്നെയാണ്. ഇപ്പൊ ആമ്പിളര് മാത്രമല്ല, നമ്മൾ സർജനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഇത് ഒളിപ്പിച്ചു വെക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി PRCയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി സൗജന്യമായി മോണോ ആക്ട് മിമിക്രി എന്നിവയിൽ പരിശീലനം നൽകി. കേരളത്തിൽ സാമൂഹ്യനീതിക്കായി നിലപാട് സ്വീകരിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസ് സിറ്റിംഗ് MLAമാർ വീണ്ടും മത്സരിക്കും. അനിശ്ചിതത്വം 3 പേരുകളിൽ. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറയുന്നു.
അങ്കമാലി CSIയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസങ്ങളായി നടക്കുന്ന നാടകോത്സവത്തിന് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.